തെരഞ്ഞെടുപ്പിന് മുന്നേ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് വി രാജേഷ്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ച ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി വി രാജേഷിന് ഫോണിലൂടെ ആശംസകൾ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുമ്പ് വി രാജേഷ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയായിരുന്നു. കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച വി രാജേഷിനെ ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് പാർട്ടി മേയർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചത്. മുൻ DGP ആർ ശ്രീലേഖയുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പരിചയം മുൻനിർത്തി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. ആശാനാഥാണ് ബി.ജെ.പിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന വിവരം പ്രചരിച്ചിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായതാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ടറിയിച്ചെന്നാണ് സൂചന. വിഷയത്തിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. മുതിർന്ന കേന്ദ്ര നേതാക്കൾ ശ്രീലേഖയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നാണ് വിവരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായിരുന്ന ശ്രീലേഖയുടെ അതൃപ്തി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം നേരിട്ട് അനുനയ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. അതേസമയം മേയർ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് വി രാജേഷ് പ്രതികരിച്ചത്. വലിയ ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്ന ബോധ്യമുണ്ട്. ഇത് സാധാരണക്കാരുടെ വിജയമാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ആയിരക്കണക്കിന് നേതാക്കളുണ്ട്. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം, വി രാജേഷ് പറഞ്ഞു.